ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ മലയാളികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ അഭിനേത്രിയാണ് ശ്രീകുട്ടി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്ന് വിട്ട് കുടുംബജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് താരം. ക്യാമറാമാൻ മനോജ് കുമാറാണ് ശ്രീകുട്ടിയുടെ ഭർത്താവ്. 18-ാം വയസ്സിൽ 30-കാരനായ മനോജിനൊപ്പം ശ്രീകുട്ടി വിവാഹിതയാവുകയായിരുന്നു. ഇരുവർക്കും വേദ എന്നൊരു മകളുമുണ്ട്. ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ശ്രീകുട്ടി. 12 വർഷങ്ങൾക്ക് ശേഷം വേദയ്ക്ക് കൂട്ടായി ഒരാൾ കൂടി വരുന്നുവെന്ന ക്യാപ്ഷനോടെയായിരുന്നു പ്രഗ്നൻസി റിവീലിംഗ് വ്ലോഗായി നടി പങ്കുവച്ചത്. കുഞ്ഞ് പിറക്കാൻ പോകുന്നത് ശ്രീകുട്ടിക്കല്ല, സഹോദരി ചീമയ്ക്കാണ്. 4-ാം മാസത്തെ ചെക്കപ്പിനായി സഹോദരിക്കൊപ്പം ആശുപത്രിയിൽ പോയതിൻ്റെ വിശേഷങ്ങളും പുതിയ വ്ലോഗിൽ ശ്രീകുട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ ശ്രീകുട്ടിയോട് ചോദിച്ചാലും നോ പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചെന്നായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾ തംബ്നെയിലിൽ കണ്ട കാര്യം വളരെ ശരിയാണ്. വേദയ്ക്ക് കൂട്ടായി ഒരാൾ കൂടി വരുന്നു. ആശുപത്രിയിൽ ചെക്കപ്പിന് പോകാൻ നിൽക്കുവാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊരു കുഞ്ഞ് അതിഥി വരാൻ പോകുന്നത്. കുറച്ച് നേരത്തെ നിങ്ങളോട് ഞാൻ പറയേണ്ടതായിരുന്നു. എങ്ങനെ ഇത് പറയണമെന്ന കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസി ശ്രീകുട്ടി പ്ലാൻ ചെയ്തില്ലെന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴെല്ലാം ഞാൻ നോ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേദയുടെ ഡെലിവറി സ്റ്റോറി പങ്കുവച്ചപ്പോഴും സെക്കൻഡ് പ്രഗ്നൻസിയെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ നോ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടെങ്ങനെ ഇപ്പോൾ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ശരിയാണ്, വേദയ്ക്ക് കൂട്ടായി ഒരു കുഞ്ഞ് വരാൻ പോവുകയാണ്. പക്ഷേ അത് എനിക്കല്ല, ചീമയ്ക്കാണ് കുഞ്ഞ് പിറക്കാൻ പോകുന്നത്. അവൾ 4 മാസം ഗർഭിണിയാണ്. 3 മാസം കഴിഞ്ഞ് പറയാമെന്ന് കരുതിയാണ് നീട്ടിവെച്ചത്. അപ്പോഴാണല്ലോ കൺഫർമേഷൻ കിട്ടുക. കഴിഞ്ഞ മാസം പറയാനിരുന്നു. ഇന്ന് അവർ 4-ാം മാസത്തെ ചെക്കപ്പിന് പോവുകയാണ്. ചീമയുടെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. സഹോദരങ്ങളുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ പോലെയാണല്ലോ. വേദയ്ക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായിരിക്കുമല്ലോ ആ കുഞ്ഞ്. അതിനാലാണ് 12 വർഷങ്ങൾക്ക് ശേഷം വേദയ്ക്ക് കൂട്ടായി ഒരാൾ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസവിക്കുന്നില്ല എന്നേയുള്ളൂ. എല്ലാവരും സന്തോഷത്തിലാണ്. ഒരു ദിവസം വൈകിട്ടാണ് അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞത്. 3 മാസം കഴിഞ്ഞ് റിവീൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞതും ചീമയാണ്. ഞാനൊരു വല്യമ്മയാകാൻ പോവുകയാണ്.